ബോധമനസ്സാൽ തന്നെ കയ്യിലൊതുക്കുവാനും നിയന്ത്രിക്കാനും കഴിയാത്ത മറ്റേതോ സംവേദനത്തിന്റെ ഭാഷയാണ് കോവിലന്റെ കൃതികളിലുള്ളതെന്ന് ഡോക്ടർ എം.വി. നാരായണൻ അഭിപ്രായപ്പെട്ടു. തട്ടകത്തിലെ കലാലയമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ മലയാള വിഭാഗം സജ്ജമാക്കിയ കോവിലൻ സ്മാരക സെമിനാർ ഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിലൻ നമ്മെ ബാധിക്കുന്നത്, അസ്വസ്ഥതപ്പെടുത്തുന്നത്, നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നത് നാം അറിയാത്ത ഏതൊക്കെയോ വഴികളിൽ കൂടിയാണ്. നോവലിന്റെ ചരിത്രത്തിലെ സവിശേഷമായ ശൈലീ വിന്യാസത്തെ സൂചിപ്പിക്കുന്ന, സവിശേഷമായ ഒരു എഴുത്ത് സമീപനത്തെ സൂചിപ്പിക്കുന്ന ഒരാളായിരുന്നു കോവിലൻ. ആ എഴുത്ത് വിശേഷണവും ശൈലിയും വളരെ ഗൗരവമായി മലയാള നോവൽ ചരിത്രത്തിൽ പടർന്നു പിടിച്ചിട്ടില്ല. കോവിലനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മലയാളി എഴുത്ത് ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിട്ടും വളരെ കുറച്ച് മാത്രമാണ് വിജയനെ കുറിച്ച് പഠനങ്ങൾ ഉണ്ടായത് എന്ന് പറഞ്ഞ പോലെ കോവിലൻ നമ്മെ ബാധിക്കുന്നത്, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത്, വേറൊരു നിലയ്ക്ക് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നാം അറിയാത്ത ഏതെല്ലാമോ രീതികളിലൂടെ, താളത്തിൻ്റെ, ഭാഷയുടെ, പുരാവൃത്തത്തിൻ്റെ, നമുക്ക് ബോധമനസ്സാൽ തന്നെ കയ്യിൽ ഒതുക്കാൻ കഴിയാത്ത, ഏതോ ഒരു നിലയ്ക്ക് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത മറ്റേതോ സംവേദനത്തിൻ്റെ ശീലുകൾ കോവിലൻ്റെ ഭാഷയിലും കൃതികളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മലയാള നോവലിന്റെ ചരിത്രം കുറിച്ച മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ തുടങ്ങിയ ആദ്യകാല നോവലുകളും സി.വി.യുടെ കൃതികളും എന്നും മലയാളികളുടെ മനസ്സിലുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രം മലയാള നോവലിനുണ്ടെന്നും ഓരോ കാലഘട്ടത്തിലും അത് പുതുമകളോടെ മുന്നോട്ടു പോയിട്ടുണ്ടെന്നും ഡോക്ടർ എം.വി. നാരായണൻ കൂട്ടിച്ചേർത്തു. പ്രിൻസിപ്പൽ ഇൻചാർജ് ക്യാപ്റ്റൻ രാജേഷ് മാധവൻ അധ്യക്ഷനായി. കോവിലൻ ട്രസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ ആർ. സുരേഷ്, ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ ടി.ഡി. ശ്രീജ, കോവിലൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി എം.ജെ. പൗർണിമ, കോളേജ് മലയാളം വിഭാഗം മേധാവി ഡോക്ടർ എ.എം. റീന, കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗം ഡോക്ടർ ഇ. ശ്രീലത, കോവിലൻ ട്രസ്റ്റ് കൺവീനർ എ.ഡി. ആൻഡു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കോവിലന്റെ രചനാലോകത്തിലേക്ക് പുതുതലമുറയെ ആകർഷിക്കും വിധം ICT സാങ്കേതിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ സെമിനാർ ഹാളിന്റെ ചുവരുകളിൽ നാടകപ്രവർത്തകനും ചിത്രകാരനുമായ സുനിൽ ചൂണ്ടൽ വരച്ച കോവിലന്റെ ഛായാചിത്രങ്ങളും ജീവിതരേഖകളും പ്രശസ്തി പത്രങ്ങളും കൃതികളുടെ കവർ ചിത്രങ്ങളും ആലേഖനം ചെയ്തിട്ടുണ്ട്. കോവിലൻ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീകൃഷ്ണ കോളേജ് മലയാളം വിഭാഗം ഏർപ്പെടുത്തിയ കോവിലൻ കലാലയ കഥാപുരസ്കാരം സെക്കൻഡ് വാട്സപ്പ് എന്ന ചെറുകഥയ്ക്ക് തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല MA മലയാളം വിദ്യാർത്ഥി E.A. മുഹമ്മദ് സ്വാലി ചടങ്ങിൽ ഏറ്റുവാങ്ങി. 3333 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തട്ടകപ്പെരുമ വിളിച്ചോതുന്ന ഛായാചിത്രങ്ങൾ ഒരുക്കിയ ചിത്രകാരൻ സുനിൽ ചൂണ്ടലിനെയും ട്രസ്റ്റ് കൺവീനർ A.D. ആൻഡു മാസ്റ്ററെയും ചടങ്ങിൽ ആദരിച്ചു. കാവീട് ഗ്രാമം അവതരിപ്പിച്ച തട്ടകം 1-ാം അധ്യായത്തിന്റെ നാടകാവിഷ്കാരമായ പുറപ്പാടിന്റെ അവതരണത്തോടെയാണ് ചടങ്ങിന് തുടക്കമായത്.